ദിവസങ്ങളിൽ പഠിച്ചു വന്നത് അപ്പോസ്തല പ്രവൃത്തികൾ നാം കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനിച്ചു വരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 5-ാം അധ്യായമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാനായിട്ടിടയായത്. അപ്പോസ്തലന്മാർക്കുണ്ടായ പെർസിക്യൂഷൻസ്, അവരുടെ പീഡനങ്ങൾ, അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ഈ പീഡനങ്ങളുടെ സമയത്തും ഈ കഷ്ടതകളുടെ സമയത്തും അതിനെയൊക്കെ ഓവർകം ചെയ്തതുകൊണ്ട് അപ്പോസ്തലന്മാർ അതിന്റെ 5-ാം അധ്യായത്തിലെ 42-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു: പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ പീഡനത്തിലൂടൊക്കെ ദൈവസഭ കടന്നുപോയപ്പോഴും ഈ അപ്പോസ്തലന്മാരാൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ടിടയായി. അനേകര് ദൈവസഭയിലേക്ക് ചേരുവാനായിട്ട് ഇടയായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പീഡനങ്ങള് ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിലും അവരൊരിക്കലും അവരുടെ പ്രവൃത്തികൾ നിർത്തിയില്ല, അവരുടെ ആ ശുശ്രൂഷ നിർത്തിയില്ല. പകരം അവർ പറയുന്നു, അവർ സ്ഥിരമായി പഠിപ്പിച്ചും ഉപദേശിച്ചും പ്രസംഗിച്ചും കൊണ്ടിരുന്നു. ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്, ഇത് നല്ലൊരു പദമാണ്, ഈ ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്. ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പല തെറ്റിദ്ധാരണകളാണ്. ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നതും, പ്രീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പീഡിലൊക്കെ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇവിടെ പറയുന്ന പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സുവിശേഷം സംഭവിച്ച ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുന്നതാണ് പ്രീച്ചിങ്. പക്ഷെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ദൈവസഭയില് ഇത് മുഖാന്തരം ദൈവസഭയിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച് അവരെ ഉപദേശിക്കുകയാണ്. അപ്പൊ ദൈവസഭകളിൽ രണ്ടും വേണം. ഒന്ന് ടീച്ചിങ്ങും വേണം, പ്രീച്ചിങ്ങും വേണം. പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, അതൊരു ഫാക്റ്റാണ്, അതൊരു പ്രീച്ചിങ് ആണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ക്രമീകരണങ്ങൾ, ദൈവസഭയിൽ ഉണ്ടാകേണ്ടുന്ന ക്രമീകരണങ്ങൾ, ദൈവസഭയിൽ ഉണ്ടാക്കുന്ന ഡിസിപ്ലിൻ, ഇതെല്ലാം ഉപദേശിക്കപ്പെടണം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഒരു ദൈവസഭയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ ഇത് ബിൽഡായിട്ട് വരാനായിട്ട് കഴിയത്തുള്ളൂ. പ്രീച്ചിങ് കൊണ്ട് മാത്രം ഒരു ദൈവസഭ ബിൽഡായി വരത്തില്ല. അതിനകത്ത് ടീച്ചിങ് വേണം, ഉപദേശം വേണം. അപ്പോൾ അപ്പോസ്തലന്മാർ അത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 42-ാമത്തെ വാക്യം, അപ്പോസ്തലന്മാർ ഉപദേശിച്ചും യേശു ക്രിസ്തുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. 6-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് എൻ്റെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 6-ാമത്തെ അധ്യായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ്. കാര്യം ഈ 6-ാമത്തെ അധ്യായം ഒരു ചേഞ്ചിന്റെ ഒരു അധ്യായമാണ്. നേരത്തെ നാം ചിന്തിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ പ്രാരംഭഘട്ടത്തിൽ ദേവാലയത്തിൽ ദൈവസഭയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ സ്റ്റേജില് ദൈവസഭ എങ്ങനെ ബിൽഡായി ഫോമായ എന്നുള്ളതാണ് 1 തൊട്ട് 5 വരെയുള്ള അധ്യായങ്ങളിൽ നാം പഠിക്കുന്നത്. ഇവിടൊക്കെ ഈ ശിഷ്യന്മാര് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് അവര് ഒരു പടിയും കൂടെ മുന്നോട്ട് കടന്ന് യേശു ക്രിസ്തുവിനെ ക്രിസ്തുവെന്ന്, അവൻ രക്ഷിതാവെന്നും ഈ യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹ അവനാണെന്നുമുള്ളതാണ് ഇതുവരെ അവർ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്രൈസിസ് ഉണ്ടാകുകയാണ്. ദൈവസഭയിൽ ആദ്യത്തെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെ പുറത്തുനിന്നുള്ള വിഷയങ്ങളാണ് ദൈവസഭയെ അലട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ 6-ാമത്തെ അധ്യായത്തിൽ അകത്തുനിന്നുള്ള ചില വിഷയങ്ങൾ ദൈവസഭയെ അലട്ടുവാനായിട്ടിടയാകുന്നു. എന്താണ് അവിടുത്തെ വിഷയം? 1 തൊട്ട് അതിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖേറോസ്, നിക്കാനോർ, തീമോൻ,
പർമെനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലോവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. നോക്കുക, ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുന്നു. അവര് മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ടിടയായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രതിസന്ധികളുടെ ഘട്ടത്തില് ദൈവസഭ അവരുടെ പ്രവർത്തനങ്ങൾ നിർത്താതിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. ഹല്ലേലൂയ. ഒരു സഭ അത് ഉടലെടുക്കുമ്പോൾ അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എന്നാൽ അനേക ആൾക്കാർ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. വെളിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ വെളിയിൽ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്ത് ദൈവസഭ വളരാനായിട്ട് തുടങ്ങിയപ്പോൾ, ശിഷ്യന്മാർ പെരുകാൻ തുടങ്ങിയപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് വെളിയിൽ നിന്നല്ല, അകത്തുനിന്ന്. അവരൊരു വലിയ ക്രൈസിസിലോട്ട് വന്നു. എന്താണ് അവിടുത്തെ ക്രൈസിസ് എന്ന് പറഞ്ഞാല്, ഇതുവരെ ഇതിനകത്ത് രണ്ട് പ്രോമനന്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് എബ്രായ സംസാരിക്കുന്ന യവനന്മാർ, എബ്രായ സംസാരിക്കുന്ന ഹീബ്രു സംസാരിക്കുന്ന ജൂസും ഗ്രീക്ക് സംസാരിക്കുന്ന ജൂസും. ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് പ്രോമനന്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ, സഭയിലേക്ക് കടന്നു വന്ന രണ്ട് ഗ്രൂപ്പുകൾ. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടി സഭ വളരുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ ഇടയിൽ ഒരു പരാതി, ഒരു പിറുപിറുപ്പുണ്ടായി. ആ പിറുപിറുപ്പിന്റെ കാരണം എന്ന് ചോദിച്ചാല്, വിധവമാർക്ക് ദിനം പ്രതിയുള്ള ശുശ്രൂഷയെ ഉപേക്ഷയായി വിചാരിച്ചു. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ പരാതി ഉണ്ടായെന്ന് ചോദിച്ചാൽ, യവന ഭാഷക്കാർ, ഗ്രീക്ക് സംസാരിക്കുന്ന ആ കൂട്ടരിൽ നിന്നാണ് ഈ പരാതി ഉണ്ടാകുന്നത്. അപ്പം അവർക്കുള്ള പരാതി എന്ന് പറഞ്ഞാൽ, അവരുടെ വിധവമാരെ പ്രോപ്പറായിട്ട് നോക്കുന്നില്ല, ആ ശുശ്രൂഷയിലൊക്കെ കുറവുകൾ വരുന്നു. അപ്പൊ ഈ അപ്പോസ്തലന്മാർ, രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാർക്ക് അന്നേരം വലിയൊരു റെവലേഷൻ ഉണ്ടാകുകയാണ്. അപ്പോസ്തലന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെ വിളിച്ച വിളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കണം. എന്ന് കേട്ടതുപോലെ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനവുമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാര്യം ഇന്ന് ചെറിയ ഗ്രൂപ്പല്ല, വലിയൊരു ഗ്രൂപ്പാണ്. ഇവരുടെ എല്ലാം കാര്യങ്ങൾ അപ്പോസ്തലന്മാർ നോക്കിയാൽ അവർക്ക് പിന്നെ പ്രാർത്ഥനയ്ക്കും വചന പഠിക്കുവാനുള്ള സമയമൊന്നും അവർക്ക് ലഭിക്കത്തില്ല. അപ്പോൾ അവർ വിചാരിച്ചു, നമ്മളൊരു കാര്യം ചെയ്യണം, അടുത്ത ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കണം, അടുത്തൊരു ലീഡർഷിപ്പ് മുന്നോട്ട് വരണം. എന്തിനു വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുന്നത്? അവര് മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. അങ്ങനെ അതിനകത്ത് 7 പേരെ അവർ തിരഞ്ഞെടുക്കുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുകയും. അപ്പൊ ഈ 7 പുരുഷന്മാരെ തിരഞ്ഞതിന് ശേഷം 7 പേരുടെയും പേര് നമുക്ക് തുടർന്ന് വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ 7 പുരുഷന്മാരെ അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെങ്ങനെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ ഒരു ഭാഷയിൽ നോക്കുവാണെങ്കിൽ, എബ്രായ സംസാരിക്കുന്ന ഹീബ്രു സംസാരിക്കുന്ന യഹൂദന്മാരെയും ഗ്രീക്ക് സംസാരിക്കുന്ന അവരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടത്. എന്നാൽ ഇവിടെ അവർ ചെയ്തതെന്ന് പറഞ്ഞാല്, ഈ പരാതിയുള്ളവര് 7 പേരും പരാതിയുള്ളവരെ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 7 പേരെ സെലക്ട് ചെയ്യുകയാണ്. ഇവരുടെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷരായ സ്തേഫാനോസിനെയും ഫിലിപ്പോസിനെയും തുടർന്നുള്ള അവരെല്ലാം തിരഞ്ഞെടുക്കുന്നു. അതിനകത്ത് ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഗ്രീക്കുകാരായിരുന്നു. ഒരാള് പ്യുവർ ഗ്രീക്ക് അല്ല എങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ആ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെയാണ് അതിനകത്ത് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അവരുടെ മേല് അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവവചനം പിന്നെയും പരക്കുവാനായിട്ടിടയായി. യെരൂശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. നോക്കുക, എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ക്രൈസിസ് എല്ലായിടവും വരും. ക്രൈസിസ് വന്നപ്പോൾ
എങ്ങനെ അതിനെ മാനേജ് ചെയ്തു, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് ചർച്ചിലാണ് ക്രൈസിസ് വരാതെ? എല്ലാ ചർച്ചസിലും ക്രൈസിസ് വരും. പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് അവർ ഹാൻഡിൽ ചെയ്തപ്പോൾ ഈ പണ്ടുള്ളതിനേക്കാൾ അധികമായിട്ട് ദൈവസഭ വളരുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. അതിന് ഈ നാളുകളിൽ ഒരു ദൈവകൃപയും വിസ്ഡവും ഒക്കെ നമുക്കെല്ലാം ആവശ്യമാണ്. പലതരത്തിലുള്ള ക്രൈസിസ് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ വരാം. പക്ഷെ ഇതിനെയൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്താൽ ദൈവസഭ പിന്നെയും വളരുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലിയൊരു ഗ്രോത്ത് അവിടെ ഉണ്ടായി. പിന്നെയും ക്രൈസിസ് ഉണ്ടാകുകയാണ്. കാര്യം പിന്നെ എവിടൊക്കെ ദൈവസഭ വളരുന്നോ അവിടൊക്കെ പിശാച് അതിനെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. എവിടൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പിശാചിന് തോന്നിയാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് പിശാച് തയ്യാറാക്കും. അപ്പൊ അതിനകത്ത് സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് തുടർന്ന് കാണുകയാണ്. ഇവരെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തേഫാനോസിനെ ഒരു അപ്പോസ്തലനായിട്ടോ ശുശ്രൂഷകനായിട്ടോ ഒന്നുമല്ല തെരഞ്ഞെടുത്തത്. പക്ഷെ സ്തേഫാനോസ് ഈ കൃപ നിറഞ്ഞതുകൊണ്ട് അവന് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് സ്വർഗത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ ഏത് പൊസിഷനിലായിരിക്കുന്നോ അല്ലെങ്കിൽ ഏത് ശുശ്രൂഷ ചെയ്യുന്നോ ഇതിനെയെല്ലാം മാറ്റുവാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അപ്പോസ്തലന്മാരായിട്ട് പോലും അവര് ഈ സ്തേഫാനോസിനോടുള്ള അല്ലെങ്കിൽ സ്തേഫാനോസിന്റെ മേലുള്ള ദൈവവിളി കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ അത് സ്തേഫാനോസിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്തേഫാനോസിനെ റൈറ്റ് ടൈമിൽ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി. നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്താലും അത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ചെയ്താൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്തൊരു പ്രൊമോഷനിലേക്ക് ദൈവം നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ദൈവസഭയിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ദൈവം അറിയാതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ല. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, മേശമേൽ ശുശ്രൂഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ആയിക്കോട്ടെ, ഏതായിരുന്നാലും അത് നീ ഒന്ന് അതിനു വേണ്ടിയിട്ട് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അത് ചെയ്യുവാൻ നീ ഒന്ന് റെഡി ആകുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് ദൈവം നിന്നെ വളർത്തുവാനായിട്ട് ഇടയാകും. അതാണ് ഇവിടെ കാണുവാനായിട്ട് ഇടയായത്. അപ്പോസ്തലന്മാർ ചെറിയ മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഏൽപ്പിച്ചതെങ്കിലും അടുത്ത ഒരു ലെവലിലേക്ക് സ്തേഫാനോസ് വളരുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 8-ാമത്തെ വാക്യത്തില് അനന്തരം സ്തേഫാനോസ് എന്ന് വായിക്കാം. 8-ാമത്തെ വാക്യം. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. തുടർന്ന് വായിച്ചു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓടിപ്പോകട്ടെ. ഇവിടെ സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായതുകൊണ്ട് അവനിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ട് അവിടെ പ്രവൃത്തിയൊക്കെ നടക്കുവാനായിട്ടിടയായി. ഈ പ്രവൃത്തികളൊക്കെ നടന്നപ്പോൾ മറ്റൊരു കൂട്ടം എണ്ണീറ്റു. എന്തിനു വേണ്ടിയിട്ടാ? ഇവനോട് തർക്കിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്തേഫാനോസ് പേര് ഒരു ഗ്രീക്ക് നെയിമാണ്. ഇവനോട് തർക്കിക്കാനായിട്ട് എണ്ണീറ്റതും ഒരു ഗ്രീക്ക് കൂട്ടം. അപ്പൊ അതിനകത്ത് ലിബർത്തീനർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ലിബർത്തീനർ എന്ന് പറഞ്ഞാൽ അവര് ഗ്രീക്ക് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ അവരൊരു they were Jews, but അവര് സ്ലേവറി ആയിരുന്നു. അവര് അടിമത്തത്തിലായിരുന്നു. എന്നാൽ അവരിന്ന് ജ്യൂസ് യഹൂദന്മാരാണ്. അവരുടെ ഒരു വലിയ കൂട്ടം സ്തേഫാനോസിനെതിരെ എണ്ണിക്കുവാനായിട്ടിടയായി. എന്നിട്ട് അതിനകത്ത് തന്നെ കുറെ ആൾക്കാരുടെ പേര് പറയുന്നു. അവിടെ കിലിക്കിയ, ആസ്യ, ഏഷ്യ എന്ന ദേശങ്ങളിൽ നിന്നും ചിലർ എണ്ണിക്കുവാനായിട്ടിടയായി. ഇവിടെ കിലിക്കിയ എന്നുള്ള ദേശം അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ കിലിക്കിയ ദേശത്തെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഈ കിലിക്കിയ ദേശത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ആരാ? പൗലോസ്. അപ്പൊ ഈ സ്തേഫാനോസിനോട് വാദിക്കാൻ വേണ്ടിയിട്ട് ഇന്നീറ്റ കൂട്ടത്തില്
ഒരു പ്രമുഖനായ വ്യക്തിയായിരുന്നു ശൗല്. പിൽക്കാലത്ത് പൗലോസായി ഈ പുതിയ നിയമത്തില് അനേക ലേഖനങ്ങൾ എഴുതുവാനായിട്ടും ശക്തരായിട്ട് ഉപയോഗിക്കപ്പെട്ട പൗലോസ് ആദ്യം താന് സ്തേഫാനോസിനെതിരായിട്ട് വാദിക്കുവാനായിട്ട്, തർക്കിക്കുവാനായിട്ട്, തനിക്കെതിരായിട്ട് എണ്ണിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ 10ാമത്തെ വാക്യമാണ് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യം. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഇവൻ പൗലോസിന് പോലും സ്തേഫാനോസിന്റെ ജ്ഞാനത്തിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവകൃപ, ദൈവശക്തി ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ആ ശക്തി ഉണ്ടെങ്കിൽ, ആ ബലം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും നമ്മുടെ ഹല്ലേലൂയ നമ്മോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. ഈ നാളുകളിൽ അനേക പ്രോസിക്യൂഷൻസിലൂടെ ഒക്കെ ചർച്ച പോകുമ്പോൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം, ദൈവം ആ തരത്തിലുള്ള ഒരു ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കുവാനായിട്ട്. ഹല്ലേലൂയ. അവിടെ വലിയ ജ്ഞാനിയായിരുന്ന പൗലോസിന് പോലും ഇത്രയും അഗാധമായ ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ ഇത്രയും പാണ്ഡിത്യമുള്ള പൗലോസിന് പോലും അവിടെ സ്തേഫാനോസിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അനേക ഗ്രൂപ്പുകൾ എണ്ണീറ്റു, പക്ഷെ അവർക്കാർക്കും ഇവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മൾ അവിടെ വായിക്കുന്നു. അതിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഇവിടെ ഈ സ്തേഫാനോസിനെ നശിപ്പിക്കുവാനായിട്ട് അടുത്ത പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കള്ളസാക്ഷ്യം, ഫോൾസ് അക്യൂസേഷൻ. ഇപ്പൊ ഈ പലപ്പോഴും അങ്ങനെയാ, ഈ ചിലരെ നശിപ്പിക്കുവാനായിട്ട് ചില കള്ളസാക്ഷികൾ എണ്ണീക്കും. ഇതൊക്കെ എന്തിനാ ഈ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം. ഇന്ന് പല ശുശ്രൂഷകളിലും പലതിനെയും നശിപ്പിക്കുവാൻ പലരെയും കള്ളസാക്ഷികളായിട്ട് എണ്ണീക്കും. നാം ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുമ്പോൾ നമ്മളെ ഏത് വിധേനയും തകർത്ത് കളയുവാൻ, ഏത് വിധേനയും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അനേക വിഷയങ്ങൾ ഇതിനകത്ത് എണ്ണീറ്റ് വരും. ഹല്ലേലൂയ. ഇവിടെ കള്ളസാക്ഷികൾ കള്ളസാക്ഷി എണ്ണീറ്റിട്ട് അവർ പറയുന്ന സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് അവർ പറയാണ്, ഇവൻ എന്തോ ചെയ്തെന്നറിയാമോ? മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് പറഞ്ഞു. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ. ഈ മോശ ആരായിരുന്നു? ദൈവസന്നിധിയിൽ കയറി ചെന്ന് ദൈവ തേജസ്സോടുകൂടെ താൻ വെളിയിൽ ഇറങ്ങി വന്നപ്പോഴ് മോശയുടെ മുഖം കാണാതെ വണ്ണം തന്റെ മുഖം മറച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. കാര്യം മോശയുടെ മുഖം തേജസ് ഉള്ളതായി മാറി. ഈ പറയുന്ന പുള്ളികൾക്കെല്ലാം അറിയാം അത്രയ്ക്ക് വലിയൊരു വ്യക്തിയാണ് മോശ. എന്നാൽ ഈ മോശയെക്കുറിച്ചുള്ള ഈ വെളിപ്പാട് അവിടെ ഉണ്ടായിരുന്ന ഈ ഇസ്രായേൽ മക്കൾക്കൊക്കെ അറിയാം, യഹൂദന്മാർക്കെല്ലാം അറിയാം. ഇതുപോലെ തന്നെ ദൈവം സ്തേഫാനോസിനെ മാനിക്കുവാനായിട്ട് ഇടയായി. 15ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. എന്തിനാ ഉറ്റുനോക്കിയെന്ന് പറഞ്ഞാൽ മോശയ്ക്കെതിരായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഉറ്റുനോക്കിയപ്പോൾ അവന്റെ മുഖം തേജസ് ഉള്ളതായി മാറി. ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നോ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത്. ഇവർ കണ്ടിട്ടുള്ള
മോശയുടെ മുഖം തേജസ്സുള്ളതായി മാറി. കാര്യം മോശ ദൈവസന്നിധിയിൽ ചെന്നപ്പോഴ്, മോശ ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നപ്പോഴ് ഇവര് കണ്ട മോശയുടെ ഒരു മുഖം തേജസ്സുള്ള ഒരു മുഖമായിരുന്നു. അതുപോലെ തന്നെ സ്തേഫാനോസിന്റെ മുഖവും തേജസ്സുള്ളതായി ഇവര് കണ്ടു. ഹല്ലേലൂയ. മുൻ അധ്യായങ്ങളിൽ നാം ഒരു പ്രാവശ്യം കാണുവാനായിട്ടിടയായി. പത്രോസിനെ കർത്താവിനെ ഉയർപ്പിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴ്, ദൂതന്മാരെ കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോൾ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇറക്കി, കാരാഗ്രഹത്തിലിട്ടു. അവിടെ നിന്ന് ദൂതനെ അയച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന ഒരു ദൈവം. ഈ സന്നിഗ്ധ സംഘത്തിലുള്ള ആൾക്കാര്, ഈ ജൂയിഷ് ലോ ഒക്കെ ഉണ്ടാക്കുന്ന അവര് എന്ത് വിശ്വസിക്കുന്നില്ലയോ അതിനെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ഇടത്തിൽ ഇത്രയും സ്റ്റബേൺ ആയിട്ടുള്ള ഈ ആൾക്കാരുടെ മുമ്പില് തന്റെ അലിഗേഷൻസിനെ ഒക്കെ ദൈവം തന്നെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അതിനെ ഖണ്ഡിക്കുകയാണ്. ഇനി 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാമത്തെ അധ്യായത്തിലാണ് സ്തേഫാനോസിന്റെ ഒരു പ്രസംഗം. 7-ാമത്തെ അധ്യായമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു പ്രസംഗം സ്തേഫാനോസിന്റെ പ്രസംഗമാണ്. അത് 7-ാമത്തെ അധ്യായത്തിലാണ്. ഈ സ്തേഫാനോസിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും, ഇത് സ്തേഫാനോസിന്റെ ഈ 7-8 അധ്യായങ്ങൾ, 6, 7, 8 അധ്യായങ്ങൾ മുഴുവൻ സ്തേഫാനോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്തേഫാനോസിന്റെ ഒരു കംപ്ലീറ്റ് ജീവിതമല്ല. നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് ജോസഫിനെ കുറിച്ചും ഒക്കെ, ജോസഫിന്റെ പല അധ്യായങ്ങളായിട്ട് ജോസഫിനെ കുറിച്ച് പറയുന്നു. അത് ജോസഫിന്റെ കംപ്ലീറ്റ് ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. ഈ സ്തേഫാനോസിന്റെ ഈ 3 അധ്യായങ്ങൾ ഉൾക്കൊണ്ടത് ഒരൊറ്റ ദിവസത്തെ ചരിത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ഇത്രയും വർഷം ജീവിച്ചിരുന്നാലും നാം ഒരു ദിവസം ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകും. അതാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം. പലപ്പോഴും നമ്മുടെ നാളുകൾ എത്ര വർഷമായെന്നുള്ളതിനെ അല്ല, അതിനകത്തല്ല കാര്യം, എത്ര വർഷം നാം ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിച്ചെന്നുള്ളതാ വിഷയം. സ്തേഫാനോസ് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് അവനിലൂടെ വലിയൊരു മാറ്റം, വലിയൊരു ട്രാൻസിഷൻ അവിടെ കൊണ്ടുവരുവാനായിട്ടിടയായി. ഒരു തരത്തിൽ പറഞ്ഞാൽ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ ഒരു പ്രധാന കാരണവും സ്തേഫാനോസ് ആയിരിക്കണം. പൗലോസുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിനെ കുറിച്ചൊക്കെ നാം തിരുവചനത്തിൽ വായിക്കുന്നു. പക്ഷെ ഈ എൻകൗണ്ടർ സംഭവിച്ച ഉടനെ പൗലോസ്, കർത്താവേ നീ ആരാകുന്നു എന്ന് ചോദിച്ചാൽ, ഇത് പൗലോസിന്റെ അകത്ത് ഈ സ്തേഫാനോസിനോട് വാദിച്ചതും സ്തേഫാനോസ് പറഞ്ഞതും ഒക്കെ പൗലോസിന്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഈ സ്തേഫാനോസിന്റെ മുഖം തേജസ്സുള്ളതായി മാറിയതും അതിനുശേഷം ഈ സ്തേഫാനോസിന്റെ ഈ പ്രസംഗം ഒക്കെ പൗലോസ് കേട്ടു. ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് പൗലോസിനെ ദൈവം തൊടുമ്പോൾ, താനൊന്ന് അന്ധനായി കഴിഞ്ഞപ്പോഴേ തനിക്ക് കാര്യം മനസ്സിലായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ വചനങ്ങളൊക്കെ തന്റെ അകത്ത് കിടപ്പുണ്ട്. നാം ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ഒരു പക്ഷെ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലേലും, ഈ സുവിശേഷം കേട്ടില്ലേലും, അവരുടെ അകത്തു കിടക്കുന്ന തിരുവചനം അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അവരോട് ഇടപെടുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാം ചിലപ്പോൾ അറിയുന്ന സാഹചര്യത്തിലായിരിക്കത്തില്ല. പൗലോസ് ഇത്രയും വലിയ ജ്ഞാനിയായിരുന്നു, സ്തേഫാനോസിനോട് വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പൗലോസിനെ ദൈവം ഒന്ന് ചെറുതായിട്ട് തൊട്ടപ്പോഴേ പൗലോസ് ഉടനെ സറണ്ടർ ആകാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പ്രസംഗവും ഈ പറയുന്ന സ്തേഫാനോസിന്റെ ചരിത്രവും ഒക്കെ ആണെന്നുള്ളത് വചനം നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇവിടെ സ്തേഫാനോസിന്റെ പ്രസംഗത്തില് ആദ്യം ഇസ്രായേലിന്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നു. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ് വന്നിട്ട് അതിന്റെ 7-ാം അധ്യായത്തിലേക്ക്, അതിന്റെ 37-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കാര്യം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഒരു പറയാത്തതിന്റെ കാര്യം, ഇതിന്റെ ഒരു
ഇസ്രായേൽ ജനത്തിന്റെ ഹിസ്റ്ററി ആണല്ലോ ഈ പറയുന്നത് മുഴുവനും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിന്റെ 37 വാക്യത്തിലേക്ക് വരാം. 7-ാം അധ്യായത്തിന്റെ 37 വാക്യം. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. 38 കൂടെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളിലേക്കൊക്കെ വന്ന് സ്തേഫാനോസ് എവിടോട്ടാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ചോദിച്ചാല് യേശുവിലേക്ക്. അബ്രഹാമിൽ തുടങ്ങി താന് ചരിത്രങ്ങളൊക്കെ പറഞ്ഞു, ജോസഫിനെ കുറിച്ച് പറഞ്ഞു, ഈജിപ്തിലെ അടിമത്തത്തിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അവസാനം താന് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യം, ഈ ന്യായപ്രമാണം എന്തിനെ വിരൽ ചൂണ്ടുന്നു? ന്യായപ്രമാണം യേശുവിനെ വിരൽ ചൂണ്ടുന്നു. ഈ ന്യായപ്രമാണത്തിൽ കൊണ്ടുവന്ന് പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കാത്ത ഒരുവനുണ്ട്, ഹല്ലേലൂയ, ഈ ന്യായപ്രമാണം യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. പിന്നെ ആ പ്രവാചകന്റെ കാര്യം 38 വാക്യം, 37 വാക്യം, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം എന്തിന്? ന്യായപ്രമാണം എന്തിനു വേണ്ടിയിട്ടാ? യേശുവിലേക്ക് വിരൽ ചൂണ്ടുവാൻ വേണ്ടിയിട്ടാ. ന്യായപ്രമാണം ഇല്ലെങ്കിൽ യേശു വരുന്നതിന്റെ ഒരു ആവശ്യത്തെ കുറിച്ച് ജനത്തിന് ബോധ്യം വരത്തില്ല. ഈ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാനം ചെയ്യുന്ന ഒരു കാര്യം, അത് യേശുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതിന്റെ 44-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഈ ന്യായപ്രമാണത്തെ തൊട്ടതിന് ശേഷം പിന്നെ സ്തേഫാനോസ് തൊടുന്നത് അവരുടെ ആലയത്തിലാണ്. അതിന്റെ 44-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരാലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗ്ഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ഈ സ്തേഫാനോസിന്റെ ആ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആദ്യം അബ്രഹാമിൽ തുടങ്ങി, താന് ജോസഫിൽ വന്നു, മോശയിൽ തൊട്ടു, പിന്നെ താൻ ഇങ്ങനെ വന്നിട്ട് അവസാനം പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണത്തെ തൊട്ടിട്ട് പറയുകയാണ്, ഈ ന്യായപ്രമാണം വിരൽ ചൂണ്ടുന്നത് മറ്റാരിലുമല്ല, യേശുവിലാണ്. അപ്പൊ ന്യായപ്രമാണം എന്നുള്ളൊരു വിഷയം യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഹൂദന്റെ ന്യായപ്രമാണം. രണ്ടാമത് യഹൂദന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ ആലയം. അപ്പൊ ന്യായപ്രമാണത്തെ തൊട്ടിട്ട് പറയാണ് യേശുവിലാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനിയും ആലയം, സാക്ഷ്യകൂടാരം. ആദ്യം അവർക്ക് സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. അതിനുശേഷം ശലോമോനാൽ പണി കഴിക്കപ്പെട്ട മനോഹരമായ ഒരു ആലയം, ഒരു ദേവാലയം അവർക്കുണ്ടായിരുന്നു. ഈ ദേവാലയത്തെ കുറിച്ച് പറയുകയാണ്. ഈ ദേവാലയത്തിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെയും സ്തേഫാനോസ് പറയുന്ന ഒരു കാര്യം, കൈപ്പണിയായ വിധത്തിൽ ഹല്ലേലൂയ നമ്മുടെ ദൈവം വസിക്കുന്നില്ല. അതല്ലേ 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 48-ാമത്തെ വാക്യം, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രമ സ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കൈയല്ലോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഈ പഴയതിനേക്കാൾ അധികം ദേഷ്യമായി. സ്തെഫാനോസിനെയൊക്കെ എങ്ങനെയെങ്കിലും കൊന്നു കളയണമെന്നായി. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു പൗലോസിനും ഇതിനകത്ത് നല്ലൊരു കൈ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം പൗലോസിനെ വാദത്തിൽ തോൽപ്പിച്ച ഇവൻ ജീവിച്ചിരിക്കണമെന്ന് പൗലോസിനും താല്പര്യമില്ല. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയതിന് വിരോധമായിട്ട് സംസാരിക്കുന്ന ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഹല്ലേലൂയ. 51-ാമത്തെ വാക്യം. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണം പ്രാപിച്ചിട്ട് പ്രമാണിക്കാത്ത ഒരു കൂട്ടം. അപ്പം ഇത്രയും കാര്യങ്ങൾ തന്റെ പ്രസംഗത്തിലൂടെ ഒന്നും മറച്ചു വെക്കാതെ അപ്പോസ്തലനായ സ്തെഫാനോസ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ ജനത്തെ പഠിപ്പിക്കുവാനായിട്ടിടയായി. ഇത് അതിനുശേഷമാണ് 54-ാമത്തെ വാക്യം തൊട്ട് 60-ാമത്തെ വാക്യം വരെ സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് നാം കാണുവാനായിട്ട് ഇടയാകും. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. ഇവിടെ ഒരു സൈഡില് ഈ ന്യായപ്രമാണം ലഭിച്ച ഒരു കൂട്ടം അത് മനസ്സിലാക്കാതെ ഇതിന്റെ അർത്ഥങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന സ്തെഫാനോസിനെതിരെ പല്ലുകടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സ്തെഫാനോസ് അതിന് പ്രതികാരം ചെയ്യുവാനായിട്ടല്ല താൻ ശ്രമിക്കുന്നത്. താൻ എന്ത് ചെയ്യുന്നു? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. നമ്മൾ ഈ പരിശുദ്ധാത്മാവ് നിറവിനെ കുറിച്ച് പല പ്രാവശ്യം നാം ഈ അപ്പോസ്തല പ്രവൃത്തികൾ ചിന്തിച്ചു വരുന്നു. പരിശുദ്ധാത്മാവ് ഈ സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊക്കെ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ ഈ പരിശുദ്ധാത്മാവ് നിറവാണ് നമ്മളെ നിർത്തുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും അനേക വിഷയങ്ങൾ നമുക്ക് എതിരായിട്ട് വരുമ്പോൾ പലപ്പോഴും നാം നെർവസ് ആകാറുണ്ട്. പലപ്പോഴും നാം തെറ്റായ ഡയറക്ഷനിലോട്ടൊക്കെ നാം പോകുവാനായിട്ട് ചിന്തിക്കാറുണ്ട്. ഭയം പലപ്പോഴും നമ്മളെ പിടിക്കാറുണ്ട്. എന്നാൽ അവിടെ ഒക്കെ ഒരു കാര്യം ഇവിടെ കാണുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തെ ഈ അപ്പോസ്തലന്മാരൊക്കെ എത്ര ലീൻ ചെയ്യുന്നുവെന്ന് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സാഹചര്യത്തിലും സ്തെഫാനോസിന് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് കഴിഞ്ഞു. പിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ കാണുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ അവന്റെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നോക്കുക, പൗലോസിന്റെ കാൽക്കൽ ഇവന്റെ വസ്ത്രം കൊണ്ട് വെക്കുവാനായിട്ടിടയായി. ഈ ഭാഗങ്ങളെല്ലാം കൂട്ടി ചിന്തിച്ചാല് പൗലോസിന് ഈ സ്തെഫാനോസിന്റെ മരണത്തില് വ്യക്തമായൊരു പങ്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. എങ്കിലും ഒരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ സ്തെഫാനോസിന്റെ ആ ശുശ്രൂഷയോടുകൂടെയാണ് അപ്പോസ്തല പ്രവൃത്തി അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ആ ദൈവസഭയുടെ പുതിയ നിയമ ദൈവസഭയുടെ മറ്റൊരു ശുശ്രൂഷ, മറ്റൊരു തലത്തിലേക്ക് ശുശ്രൂഷകൾ മാറുന്നത്. ഈ സ്തെഫാനോസിലൂടെ ഒരു പുതിയ തുടക്കമാണ് നാം കാണുന്നത്. ഒരു ട്രാൻസിഷനാണ് ഈ സ്തെഫാനോസിലൂടെ നടക്കുന്നത്. അതിനുശേഷം അപ്പോസ്തലൻ പ്രവൃത്തി, അപ്പോസ്തലനായ പൗലോസിലൂടെ
ഉണ്ടായ ശുശ്രൂഷകളും നടന്ന ശുശ്രൂഷകളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്തേഫാനോസ് ചെയ്ത ശുശ്രൂഷയോട് ചേർന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പൗലോസ് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. കാര്യം പൗലോസിന്റെ മാനസാന്തരം സംഭവിച്ചതിന് ശേഷം പൗലോസ് തിരിച്ച് ദേവാലയത്തിൽ ചെന്ന് യേശു തന്നെ ദൈവപുത്രൻ എന്ന് പിന്നെ അവരെ പഠിപ്പിക്കുകയും അവരെ തെളിയിക്കുകയുമാണ് പൗലോസ് ചെയ്യുവാനായിട്ടിടയായത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില സിറ്റുവേഷൻസ്, ചില സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെന്ന് നമുക്ക് തോന്നിയാലും അതിനകത്ത് പല ദൈവദാസന്മാരുടെയും രക്തം ഒഴുക്കേണ്ട വന്നാലും അതിന്റെ നടുവിൽ വലിയൊരു റിവൈവൽ ഉണ്ടെന്നുള്ള കാര്യം ദൈവസഭ മറക്കരുത്. ഇവിടെ ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ്, പുതിയ നിയമസഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് മാറുമ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ അതിലൂടെ ആരംഭിക്കുകയാണ്. പൗലോസ് എന്ന ശക്തനായ ഒരു അപ്പോസ്തലൻ അതിലൂടെ ജനിക്കുവാനായിട്ടിടയായി. ഫിലിപ്പോസ് ശക്തനായ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറുവാനായിട്ടിടയായി. അങ്ങനെ വലിയ ഒരു റിവൈവലിലേക്ക് ദൈവസഭ കടക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഓരോ വ്യക്തികളെ ദൈവം ഓരോ സമയങ്ങളിൽ ഉപയോഗിക്കും. അവരുടെ ഒക്കെ ശുശ്രൂഷകൾ പൂർത്തിയായതിനു ശേഷം അവർ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടും. എന്നാലും ആ സുവിശേഷം, അതിന്റെ ഫ്ലോ ഒരിക്കലും നിൽക്കുന്നില്ല. അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി അതിനെ ഇങ്ങനെ ഹല്ലേലൂയ ക്യാരി ഓവർ പോയിക്കൊണ്ടേയിരിക്കും. ആ സുവിശേഷം കർത്താവ് അനുവദിച്ചിരിക്കുന്ന സമയം വരെയും ഈ സുവിശേഷം ലോകമെമ്പാടും ഉള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അനേകരിലൂടെ സുവിശേഷം ഷെയർ ചെയ്യപ്പെടുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. ഈ സ്തേഫാനോസിന്റെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നാം സുവിശേഷം കേട്ടത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ അധ്വാനവുമാണ്. ഒരുപക്ഷെ ഒരു കൺവെൻഷനിലൂടെയാണ് കേട്ടതെങ്കിൽ ആ കൺവെൻഷന്റെ പുറകെ പ്രവർത്തിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. അതിൽ പ്രസംഗിച്ച ദൈവദാസന്മാരുണ്ടായിരിക്കാം, അതിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തവരുണ്ടായിരിക്കാം. അനേകരുടെ ഹാർഡ് വർക്കാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നാം ഇതിന് അത്ര വേണ്ടുന്ന വില നാം കൊടുക്കാറില്ല. ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാം. ഞാൻ സുവിശേഷം കേട്ടത് അനേകര് വില കൊടുത്തിട്ടാണ്. അപ്പോൾ അത്രയും വലിയൊരു ഉത്തരവാദിത്വം എൻ്റെ ജീവിതത്തിലുമുണ്ട്, ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. ഈ കർത്താവിൽ പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തികളെല്ലാം ആ ആത്മഭാരമുള്ളവരാണ്. അവരുടെയൊക്കെ ജീവിതത്തെക്കാൾ അധികമായും അവരുടെ ആയുസ്സിനേക്കാൾ അധികമായും ഒക്കെ ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട് നിന്നവരാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ തന്നെ പുതിയൊരു അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുന്നത് സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വവും. സ്തേഫാനോസിനെ ഒരു ചെറിയ മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. തനിക്ക് വേണമെങ്കിൽ അവിടെ അങ്ങ് ഒതുങ്ങിക്കൂടാമായിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് കർത്താവിന്റെ കൃപ പ്രാപിച്ചപ്പോൾ, പരിശുദ്ധാത്മാ പ്രാപിച്ചപ്പോൾ അതിനപ്പുറത്ത് തനിക്ക് കൊടുക്കുവാനായിട്ട്, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആയുസ് മുഴുവൻ കൊടുക്കുവാനായിട്ട്, തൻ്റെ ജീവൻ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് സ്തേഫാനോസിനെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറിച്ചൊന്ന് ചിന്തിക്കാം. അനേകര് അവരുടെ കംഫർട്ട് സോണൊക്കെ വിട്ടത് കൊണ്ടാണ് നാം സുവിശേഷം കേൾക്കുവാനായിട്ടിടയായത്. നാം എത്രത്തോളം ആ കാര്യത്തിൽ സീരിയസ് ആണെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.